വ്യക്തിത്വം അല്ലേ? ഒരാളുടെ വ്യക്തിത്വം, അതാണ് ഒരാളുടെ ക്യാരക്ടർ. ചുമ്മാ ഞാൻ ഹീറോടാ എന്ന് പറഞ്ഞ് നടന്നതുകൊണ്ട് ഒരുത്തനും ഹീറോ ആവത്തില്ല. അപ്പൊ ഹീറോ ആവണമെങ്കിൽ എന്ത് വേണം? ഹീറോ ആവണമെങ്കിൽ നെഞ്ചുറപ്പോടാ, അപ്പൊ ഹീറോ ആവും. റോക്കി പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ചുമ്മാ കത്തിക്കുമെന്ന് പറഞ്ഞാലൊന്നും കത്തത്തില്ല. കത്തണമെങ്കിൽ എന്ത് വേണം? ഫയർ വേണം. ഫയർ എവിടെയുണ്ട്? ഇപ്പൊ വെളിയില. അവന്റെ പേരാ റോക്കി. നേരിപ്പിടാ. അടിപൊളി. എന്റെ പൊന്നോ, മാസം എന്ന് വെച്ചാൽ മാസ്. സിജോക്ക് ഇതിക്കുള്ള ഒരു മറുപടി കൊടുക്കാനില്ല എന്റെ പൊന്നോ എന്നൊക്കെയാ അവന്റെ വിചാരം. എന്തോ പറയാനാന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറയാം, ബിഗ് ബോസ് സമയത്ത് ഓക്കെ ചൊറിഞ്ഞിട്ടാണ് പോയി അടിച്ചെന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ആ സിജോ എത്ര ഇതായിട്ടാണ്, റോക്കിയോടും പരാതിയില്ല, ആരോടും പരാതിയില്ല എന്നൊക്കെ പക്കയായിട്ടാണ് അവിടെ ഇയാള് എന്താ നമ്മുടെ സിജോ കറക്റ്റ് ചെയ്തത് സത്യത്തിലാണ്. പക്ഷെ ഇദ്ദേഹം എന്ത് കാണിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്ത് വിവരക്കേടായി സംസാരിക്കുന്നത്. ആ ഷോയിൽ നിന്ന് അവിടെ ഇറങ്ങിയിട്ട് ഇപ്പൊ 32 ദിവസമായി ഇയാളെ പുറത്താക്കിയിട്ട്. പിന്നെ ഇയാൾ വന്നിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അന്ന് ഇയാൾ എന്തിനകത്ത് കാട്ടിക്കൂട്ടിയത്? വേണ്ട എന്താ പറയണ്ടേ, തൊഴുത് പറഞ്ഞതൊക്കെ നമുക്കറിയാം. ആ പുള്ളി കിടന്ന് ഇപ്പൊ വന്ന് പട്ടിഷോ ഇറക്കുന്നതൊക്കെ കാണുമ്പോൾ എന്റെ പൊന്നെ പെട്ടതുള്ള പോലും സഹിക്കാത്ത. ഞാൻ അതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്, ആ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. കൂട്ടുകാര് അറിയാവുന്ന ഞാൻ ക്ഷമ ചോദിക്കുന്നു. സിജുവിനടുത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അമ്മ അപ്പ എല്ലാരടുത്തും ക്ഷമ ചോദിക്കുന്നു. റിയലി സോറി. എനിക്ക് എന്റെ കയ്യിൽ നിന്ന് പോയത്. ഞാൻ ഈ ബിഗ് ബോസ് വന്നിട്ട് ഞാൻ ഇതുവരെ ആഗ്രഹം സോറി ചോദിച്ചിട്ടേ എനിക്കറിയാം സോറിയുടെ വാല്യൂ എന്താണ്. ഞാൻ പോണ്, എന്നെ വിട്ടാ മതി. ഞാൻ പോണേ. അന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ നമുക്കും ലൈവിലാ, എനിക്കൊക്കെ ഒരുപാട് വിഷമം വന്നായിരുന്നു. ഞങ്ങളുടെ അമ്മയൊക്കെ പറയുമ്പോൾ പാപം, അവൻ ശുദ്ധനാണ്, മനസ്സുള്ളവനാണ്, കണ്ട അവൻ സോറി പറഞ്ഞു കണ്ടേന്നൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ലൈവിൽ കണ്ടതാണ്. എൻ്റെ പൊന്നു ഇപ്പൊ കാണിക്കുന്നത് കണ്ടില്ലേ? ഇപ്പൊ എന്തർത്ഥത്തിലാണ് അദ്ദേഹം എന്ന് വെച്ചാൽ ഇത് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ വില തന്നെയല്ലേ പോകുന്നത്. പുറത്തിറങ്ങി കഴിയുകയാണെങ്കിൽ മീൻസ് പുറത്ത് ഈ ആൾക്കാർ വരുവാണെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കി. ഈ ബിഗ് ബോസിനകത്തുള്ളവർ തന്നെ പുറത്തിറങ്ങും. ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് തന്നെയല്ലേ ഇവരും വിചാരിക്കത്തുള്ളൂ. ഞാനത് ആലോചിക്കുന്നു, ഇത്രയ്ക്കും വിവരം കേട്ടാ ആയിപ്പോവാണോ? ഈ ഇടയ്ക്ക് ലാലേട്ടനെ കുറിച്ചായിരുന്നു റോക്കി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ കണ്ടില്ലേ വീണ്ടും. പോരാതെ ഇനി അടുത്ത നമ്മുടെ സായി കൃഷ്ണ, അതായത് സീക്രട്ട് ഏജന്റിനെ കുറിച്ച് പറയുന്ന വീഡിയോ ക്ലിപ്പ് ഞാൻ ഇട്ടുതരാം നിങ്ങൾക്ക്. അവന്റെ പേരെന്തുവാ? സായി സീക്രട്ട് ഏജന്റ്. ഇപ്പൊ അങ്ങ് മറിച്ച് കളയുന്ന പറഞ്ഞിട്ട് പോയതാ. എന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. എന്നെ കുറിച്ചും കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ. ദൈവമേ, വിവരക്കേട്. എന്തായി? ഒന്നാന്തരം പൂവമ്പഴം അത്രേ ഉള്ളൂ. എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിലേ കുഴിച്ചെടുത്തേനെ ഞാൻ അവിടെ. എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ പൊളിച്ചെടുത്തേനേന്ന്. കാരണം പുള്ളിയും കൂടെ വിറ്റ് കുറെ അരി തിന്നതല്ലേ, അതിന്റെ വല്ല ഇതായിരിക്കും സത്യം പറഞ്ഞാലോ. സായി കൃഷ്ണ ഇപ്പൊ വന്ന സമയത്ത് എല്ലാവരും ഹരിയാണനെ കളിയാക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അവിടെ എടുത്തിട്ടായിരുന്നു. അതാണ് ജാസ്മിന്റെ അടിപ്പതറിപ്പോയത് സത്യം പറഞ്ഞാൽ. അത് നമുക്ക് പിന്നീട് അത് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇയാൾ പിന്നെ എന്തിനാ കിടന്ന് ചൊറിയെന്ന് ആലോചിച്ച്. ഒരു ഗെയിം കളിക്കേണ്ട രീതി ഓക്കെ, അത് കളിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം റോക്കി ഓക്കെ അന്തസ്സുള്ളവൻ അടിച്ചിട്ട് പോയി അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഓക്കെ പോട്ടെ, നല്ല കാര്യം. എന്നാൽ മിണ്ടാതിരി. അതിനിടെ വന്നിട്ട് ആൾക്കാരെ ഇറക്കി അവിടെ വന്നിട്ട് എയർപോർട്ടിൽ കൊട്ടും ബഹളം, കലാശക്കൊട്ടും, ആഹാ, ഇതെല്ലാം പുള്ളി തന്നെ സെറ്റ് ചെയ്തതാ. അങ്ങനെ ഇപ്പൊ ഈ കണ്ണും എന്താ മാസ് അതിനകത്ത് കിടന്ന് കരഞ്ഞു മെഴുകിയ നമ്മൾ കണ്ടതാ. വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ദൈവമേ, ഇപ്പൊ ഓർക്കുമ്പോ ചിരിയല്ലേ ഇതൊക്കെ കാണുമ്പോ. ഇപ്പൊ നമുക്ക് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോ ചിരി വരുന്നു. ചിരി മാത്രമല്ല, ഇയാളോടുള്ള ഒരു ബഹുമാനം കൂടെ പോയി കിട്ടി. സത്യം പറഞ്ഞാൽ നല്ല രീതി 13ാമത്തെ ദിവസം നല്ല ഫാൻ ബേസ് അടിച്ചു കയറി വന്ന ഒരു മുതലായിരുന്നു സത്യം പറഞ്ഞാൽ.
ഓക്കെ അടിച്ച് പുറത്ത് പോയി അതവിടെ കഴിഞ്ഞ്. ബിഗ് ബോസിനകത്ത് അദ്ദേഹം സോറി പറഞ്ഞിട്ട് അവിടെയും സിജോനോടും വീട്ടുകാരോടും ആരോടും എനിക്ക് ദേഷ്യമില്ല. ഇപ്പൊ സിജു തിരിച്ചകത്ത് വന്നപ്പോൾ തുടങ്ങിയതാണ് ഈ കാണുന്നതൊക്കെ, നല്ലതല്ല. ഓക്കെ ഗൈസ്, നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം, ഇതുപോലത്തെ എന്തെങ്കിലും ഒക്കെ. പിന്നെ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് നമ്മൾ ഇടാറുണ്ട്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഞാനിതൊരു പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്, അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണും. ഓക്കെ ഗൈസ്, അതെല്ലാം സെറ്റ് ചെയ്യും.